സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ആവർത്തന പുസ്തകം 33 അധ്യായം 1 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായം 1 വാക്യം. ദൈവപുരുഷനായ മോശെ. അത് മതി. ദൈവപുരുഷൻ എന്ന വാക്ക് ബൈബിളിൽ 78 തവണ കാണുന്നുണ്ട്. 72 അധ്യായങ്ങളിലും കാണാൻ കഴിയും. ഇത് കേവലം 13 വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവപുരുഷൻ എന്ന വാക്ക് വേദപുസ്തകത്തിൽ മൊത്തം നോക്കുമ്പോൾ 78 തവണ അതിൽ എഴുതിയിരിക്കുന്നു. 72 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കേവലം 13 ആളുകളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ദൈവപുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ദൈവപുരുഷനായ മോശെ, ദൈവപുരുഷനായ ശമൂവേൽ, ദൈവപുരുഷനായി വിളിക്കപ്പെട്ടിരുന്ന ദാവീദ്. പലർക്കും ആ കാര്യം അറിയില്ല. ദൈവപുരുഷൻ എന്ന് വിളിക്കപ്പെട്ടതായ ഏലിയാവ്, ദൈവപുരുഷനായി വിളിക്കപ്പെട്ട എലീശ. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവപുരുഷൻ എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, തിമോത്തിയോസ്. ഈ 6 പേർ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇനിയും ഒരു 7 പേരുണ്ട്. അതാത് സന്ദർഭങ്ങളിൽ ദൈവപുരുഷന് ദൈവത്തിൻ്റെ വചനം പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ പേര് പോലും രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. അവരുടെ പേര് തന്നെ ദൈവപുരുഷന്മാർ എന്നാണ്. അന്നുണ്ടായിരുന്ന രാജാക്കന്മാർക്കും അതുപോലെ ജനങ്ങൾക്കും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ദൈവത്തിന് പങ്കുവയ്ക്കേണ്ടതായ സാഹചര്യം വന്ന സമയം ദൈവത്തിൻ്റെ പ്രേരണയാൽ ദൈവം ചില ദൈവപുരുഷന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ ആ ജനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചിരുന്നു. പ്രധാനമായിട്ട് നോക്കിയാൽ തോറ എന്ന ഒരു പുസ്തകമുണ്ട്. ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും അടങ്ങിയിട്ടുള്ളതായ ഈ 5 ന്യായപ്രമാണ പുസ്തകങ്ങൾ യഹൂദന്മാർ ഇന്നുവരെയും വായിച്ച് മനസ്സിലാക്കിയതായ പുസ്തകമാണ്. ആ തോറ എന്ന പുസ്തകത്തിൽ മോശയുടെ പേര് മാത്രമാണ് ദൈവപുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുരുഷൻ എന്നാൽ ആരാണ്? ദൈവപുരുഷൻ എങ്ങനെയായിരിക്കും? ദൈവപുരുഷന്റെ പ്രത്യേകത, ദൈവപുരുഷൻ എന്ന് ആരെയാണ് വിളിക്കുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം വചനത്തിൽ നിന്നും ധ്യാനിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇത് ദൈവം ഒരുവന് കൊടുത്തിരിക്കുന്ന വിലയാണ്, അല്ലെങ്കിൽ ദൈവം ഇട്ടതായ ഒരു പേരാണ്, അല്ലാതെ നാം ഇട്ടതായ പേരല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നമ്മുടെ പേരിനോട് ഡിഗ്രികൾ ചേർക്കാം. ചിലർ ബ്രദർ എന്ന് ചേർക്കും, ചിലർ പാസ്റ്റർ എന്ന് ചേർക്കും, ചിലരാണെങ്കിൽ ഡോക്ടർ എന്ന് ചേർക്കാനിടയാകും, മറ്റു ചിലരാണെങ്കിൽ ബിഷപ്പ് എന്ന് ചേർക്കാനിടയാകും. അങ്ങനെ പല പല പേരുകളും. എന്നാൽ ദൈവപുരുഷൻ എന്ന് പറയുന്നത് ദൈവത്താൽ ലഭിച്ചതായ ഒരു പേരാണ്. ദൈവപുരുഷൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ പുരുഷനാണ്, ദൈവത്തിൻ്റെ വ്യക്തിയാണ്. അത് ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. ദൈവത്തിൻ്റെതായ ഒരു മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് ഉള്ളതായ ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ഹിതമറിയുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ ഗുണഗണങ്ങളുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയുന്ന വ്യക്തി, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ വ്യക്തിയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതായ വ്യക്തിയാണ്. ആവർത്തന പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മോശെ എന്ന് പറയുമ്പോൾ ദൈവപുരുഷനായ മോശെ, ദൈവപുരുഷൻ എന്ന് വിളിക്കപ്പെടുവാൻ ഒരു വ്യക്തി ആശിക്കുന്ന സമയം എല്ലാവർക്കും ദൈവപുരുഷൻ എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും തന്നെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുവാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് മാറണമെങ്കിൽ ലോകത്തെ തിരസ്കരിക്കണം, പാപത്തെ വിട്ടുകളയണം. ലോകപ്രകാരം ജീവിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ലോകം പിശാചിന്റെ അധീനതയിലാകുന്നു. ലോകം പിശാചിന്റെ അധികാരത്തിന് കീഴിലാണ്. ലോകത്തിൽ ഉള്ളതെല്ലാം ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവുമാണ്. ഇവയെ ത്യജിച്ചു കളയാതെ സ്വർഗീയ ജീവിതത്തെ പ്രാപിക്കുവാനോ ക്രിസ്തുവേശുവിന്റെ ഗുണഗണങ്ങളെ പ്രാപിക്കുവാനോ കഴിയില്ല. ദൈവദാസൻ എന്ന് പറയുമ്പോൾ തനിക്കുള്ളതിനെയെല്ലാം വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച വ്യക്തിയാണ്. നിന്റെ വസ്തുവും സമ്പത്തുമെല്ലാം എടുത്ത്, അല്ലെങ്കിൽ നിന്റെ ഡിഗ്രികളും പേരും പ്രശസ്തിയുമെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പുരുഷനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തെ പിന്തുടരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്തന്നെ അനുഗമിക്കട്ടെ. മോശയുടെ വിഷയം നാം നോക്കുകയാണെങ്കിൽ, ദൈവം മോശയെ മാതാവിൻ്റെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞു എന്ന് കാണുവാൻ കഴിയും. അതുപോലെ നോക്കുമ്പോൾ മോശയെ മാത്രമല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം അറിഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ചില ദൈവദാസന്മാരെയാണ്, ചില ശുശ്രൂഷകന്മാരെ മാത്രമാണ് ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ വ്യക്തികളെയും അവൻ അറിയുന്നു. എല്ലാ വ്യക്തികളെക്കുറിച്ചും അവന് പദ്ധതിയുണ്ട്. എന്നാൽ ആരാണ് അവനിൽ സമർപ്പിക്കപ്പെടുന്നത്, ആരാണ് അവനെ അനുസരിക്കുന്നത്, ആരാണോ അവൻ്റെ പദ്ധതികളെ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അവർ അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ഇനിയും അഭിവൃദ്ധിയും അനുഗ്രഹവും ജീവിതത്തിൽ ആത്മീയ വളർച്ചയും അതുപോലെ ക്രിസ്തുവിൻ്റെ സ്വരൂപം നിന്റെ ജീവിതത്തിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അവൻ്റെ നാമത്തിന് വേണ്ടി നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നിന്റെ കഴിവുകേടല്ല, നീ അവന് വേണ്ടി സമർപ്പിക്കാത്തത് കൊണ്ടാണ്. മോശെ മുതിർന്നു കഴിഞ്ഞ സമയത്ത്, ദൈവത്തെ വിശ്വസിച്ചിരുന്ന സമയത്ത്, മോശ മുതിർന്നപ്പോൾ എന്താണ് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. എബ്രായർക്ക് എഴുതിയതായ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കുക, ഇവിടെ മോശെ ദൈവദാസനാകുന്നതിന് മുൻപ് ഒരു രാജകുമാരനായിട്ട് സകല വിദ്യയും അഭ്യസിച്ചവനായിരുന്നു. ആ കാലത്ത് മിസ്രൈമിലെ സകല ജ്ഞാനവും എന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിലും സാമർഥ്യമുള്ളവനാണെന്നാണ് അർത്ഥം. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ അതുപോലെ വലിയതായ സർവകലാശാലകൾ ഉള്ളത്, അതുപോലെ ആ കാലത്ത് മിസ്രൈമിൽ ചെന്നിട്ട് അനേകരും പഠിക്കുമായിരുന്നു. അങ്ങനെയുള്ളതായ ആ സ്ഥലത്ത് ഒരു പക്ഷത്ത് രാജകുമാരനായിട്ട് ജീവിക്കുന്നു, മറുപക്ഷത്ത് സകല വിദ്യയും അഭ്യസിച്ചിരിക്കുന്നു. എല്ലാ വിഷയത്തിലും പ്രാവീണ്യമുള്ളവൻ. PhD എടുത്ത ആളുകൾ നാം പറയാറില്ലേ? ഇന്ന് അനേകം ആളുകൾ സിവിൽസിന് വേണ്ടി എഴുതുന്നുണ്ട്, സിവിൽസിന് വേണ്ടി പ്രിപ്പയർ ആകുന്നുണ്ട്, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിദ്യയും അഭ്യസിച്ചതിന് ശേഷം പിന്നീട് രാജകിരീടം വയ്ക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാവീണ്യം നേടിയതായ സമയത്ത്, അതായത് നോക്കുകയാണെങ്കിൽ അടുത്ത രാജാവാണെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള സമയത്ത് മോശ എന്താണ് പറഞ്ഞത്? എനിക്ക് രാജകീയം വേണ്ട, ഞാൻ അഭ്യസിച്ചതായ ഈ ലോകത്തിൻ്റെ ജ്ഞാനമൊന്നും എനിക്ക് ആവശ്യമില്ല, സകല വിദ്യയിലും പ്രാവീണ്യം ഉള്ളവനായതുകൊണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും, എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ കഴിയും എന്ന് പറയാതെ അവയെല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് എന്താണ് ചെയ്തത്? വിട്ടുകളഞ്ഞിട്ട് എന്താണ് ആഗ്രഹിച്ചത്? ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാൻ. ഈ കാലത്താണെങ്കിൽ പറയും ആളുകൾ ഭ്രാന്തനാണെന്നല്ലേ. ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഇത്രമാത്രം പഠിച്ചത്? ദൈവത്തിൻ്റെ വേല ചെയ്യാൻ വേണ്ടിയാണോ എന്ന്. മാതാപിതാക്കൾ പറയും, നിന്നെക്കുറിച്ച് ഇത്രമാത്രം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങുകയാണോ എന്നാണ് ചോദിക്കാറുള്ളത്. ത്യാഗമില്ലാതെ ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സമർപ്പണം കൂടാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഇറങ്ങുന്നതായ ആളുകൾ, പലതിനെയും തിരസ്കരിക്കാതെ ദൈവദാസനായി നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ പുരുഷനായി മാറണമെന്നുണ്ടെങ്കിൽ ലോകത്തെ തള്ളിക്കളയണം, തൻ്റെ സ്വന്തം നീതിയെ ഉപേക്ഷിക്കുവാനിടയാകണം.
തൻ്റെ ലോകജ്ഞാനത്തെ ഉപേക്ഷിക്കണം. അത് ഭോഷത്വമാണെന്ന് എണ്ണണം. മോശ വളർന്നു വലുതായപ്പോൾ ധനം എനിക്ക് വേണ്ട, മിസ്രയീം വേണ്ട. ഇന്ന് നോക്കുക, മിസ്രയീം ധനമെന്ന് പറയുകയാണെങ്കിൽ ചില രാജ്യത്തെ പണം നോക്കുമ്പോൾ ലോകം മുഴുവനും വളരെ വിലയേറിയതാണത്. അതിന് വളരെ മൂല്യമുണ്ട്. അതുപോലെ തന്നെ മിസ്രയീമിലെ പണമെന്ന് പറഞ്ഞാൽ വളരെ റിച്ച് കൺട്രി ആയിരുന്നു. അത് അത്രമാത്രം വളർച്ച പ്രാപിച്ചതായ ആ രാജ്യത്തിൽ ഒരു രാജാവായി ഇരിക്കുക എന്നത് അന്ന് വളരെ ശ്രേഷ്ഠമായൊരു പദവിയാണ്. എന്നാൽ മോശ എന്താണ് പറഞ്ഞത്? എനിക്ക് ആ രാജപദവി വേണ്ട, അവിടുത്തെ ധനം വേണ്ട. ആരെങ്കിലും പണം വേണ്ട എന്ന് പറയുമോ? സാധാരണ പണം വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? പണം വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുന്നവൻ മാത്രമേ ദൈവദാസനാവുകയുള്ളൂ. പണവും വേണം, ദൈവവും വേണം എന്ന് പറയുന്നത് വ്യക്തിക്ക്, ഓർക്കുക, ആർക്കും ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയില്ല. ആ വ്യക്തി ദൈവപുരുഷനാവുകയില്ല. ഈ കാലത്ത് ദൈവത്തെയും വേണം, പണവും വേണം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയവനായിരിക്കണം, ദൈവദൃഷ്ടിയിലും വലിയവനായിരിക്കണം. അതൊരിക്കലും നടക്കുകയില്ല. നീ ദൈവദൃഷ്ടിയിൽ ഉന്നതനായിരിക്കുമ്പോൾ ലോകം ഒരുപക്ഷെ നിന്നെ നിന്ദിച്ചേക്കാം. ലോകം നിന്നെ അപമാനിക്കും. ലോകം നിനക്കുള്ളതായ പ്രത്യേകതയും നിന്റെ ശ്രേഷ്ഠതയെയും മനസ്സിലാക്കുകയില്ല. ആരാണെങ്കിലും ദൈവത്തെ അറിയുന്ന വ്യക്തികൾ, ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ അറിഞ്ഞ ആളുകൾ മാത്രമായിരിക്കും ദൈവദാസന്റെ വിലയെ മനസ്സിലാക്കുന്നത്. സാധാരണ ആളുകൾക്കത് മനസ്സിലാകില്ല. ഈ കാലത്ത് നോക്കുമ്പോൾ ലോകത്തിൽ ആഡംബരവും സുഖസൗകര്യമുള്ളതുകൊണ്ട്, മനസ്സിലാക്കാൻ തക്കതായ പ്രത്യേകതകളില്ലാത്തതുകൊണ്ട് ഒരു ദൈവദാസനെ ലോകത്തിൻ്റെ മനുഷ്യൻ തിരിച്ചറിയുവാൻ ഇടയാകുന്നില്ല. ഒരു ദൈവപുരുഷനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ധനം ഉപേക്ഷിക്കണം. മിസ്രയീം ധനത്തെ ഉപേക്ഷിക്കാനിടയായി. ഇന്ത്യയിലുള്ളതായ ഒരു വ്യക്തി ദൈവപുരുഷനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പണത്തെ ഉപേക്ഷിക്കണം. എന്താണ്? റുപ്പീസ് തള്ളിക്കളയണം. ലോകത്തെക്കുറിച്ചുള്ള മോഹവും ധനമോഹവും ഉപേക്ഷിക്കാനിടയാകണം. ദൈവപുരുഷനായിരിക്കുന്ന വ്യക്തിക്ക് ലോകത്തെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അവൻ സിംഹാസനത്തെ ഉപേക്ഷിച്ചു ബഹുമാനവും പേരും പ്രശസ്തിയും ആഡംബരങ്ങളും ഇവയെല്ലാം ഉപേക്ഷിക്കാനിടയായി. ഇതൊരു ചെറിയ കാര്യമല്ല. മോശ എന്തുകൊണ്ട് ദൈവപുരുഷനായി എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് അനുസരണം കാട്ടി ജീവിതത്തിൽ ദൈവത്തോട് സമർപ്പിക്കുവാനിടയായി. ദൈവകരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. അതുകൊണ്ട് തക്ക സമയമായപ്പോൾ അവൻ ദൈവമനുഷ്യനെന്ന് വിളിക്കപ്പെട്ടു. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ഭാഗ്യമാണെന്ന് തിരഞ്ഞെടുത്തു. അടുത്തത്, അല്പകാല പാപഭോഗത്തെക്കാളും ദൈവജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നത് വലിയ ഭാഗ്യം എന്ന് മനസ്സിലാക്കി. കഷ്ടത ഇഷ്ടപ്പെടാത്തതായ ഒരു വ്യക്തിക്ക് ദൈവപുരുഷനാകാൻ കഴിയില്ല. സുഖഭോഗങ്ങളിൽ ഇഷ്ടപ്പെടുന്നതായ വ്യക്തിക്ക്, ലോകത്തിൻ്റെ ആശകളാൽ നിറയപ്പെട്ടതായ ഒരു വ്യക്തിക്ക്, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ആനന്ദിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവപുരുഷനാകാൻ കഴിയില്ല. ദൈവത്തിൽ ആനന്ദിക്കുന്നതായ വ്യക്തിക്കാണ്, ദൈവത്തിൻ്റെ വിഷയങ്ങളിൽ സന്തോഷിക്കുന്ന വ്യക്തിക്കാണ് ലോകത്തിൽ വരുന്നതായ നിന്ദയും അപമാനവും കഷ്ടതയും കണക്കിടാത്തതായ ഒരു വ്യക്തിക്കായിരിക്കും ദൈവപുരുഷനാകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മോശെ ദൈവപുരുഷനായത്. തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അനേകം ആളുകൾ ഈ കാലത്തും സമർപ്പിക്കുന്നുണ്ട്. ഞാൻ ജോലി ഉപേക്ഷിച്ചാണ് ദൈവവേലയ്ക്ക് ഇറങ്ങിയത്, ഞാൻ പഠനം ഉപേക്ഷിച്ചാണ് ദൈവവേലയ്ക്ക് ഇറങ്ങിയത്, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. എന്നാൽ എനിക്കെന്തു കിട്ടി? ദൈവം എനിക്കെന്ത് ചെയ്തു? എനിക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ച് നിൽക്കാനിടയാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണണമെന്നുള്ള ആഗ്രഹത്താൽ ആയിരിക്കുമ്പോൾ അത് നടക്കാതിരിക്കുന്നത് കാണുമ്പോൾ, ദൈവം നമുക്ക് സഹായം ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മെ തന്നെ സഹായിക്കാം സ്വന്തം ആലോചനയാൽ അങ്ങനെ മുൻപോട്ട് പോകുന്നതായിട്ടും കാണുന്നു. മോശ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച സമയത്ത് മുതിർന്ന വ്യക്തിയായപ്പോൾ, അന്ന് 40 വയസ്സായിരുന്നു അവന്. ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ 80 വയസ്സാകുന്നത് വരെയും മോശെ ദൈവത്തിൻ്റെ കയ്യിൽ നുറുക്കപ്പെടാനിടയായി. മോശ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ നിലനിൽക്കാനിടയായി. മോശ ദൈവത്തിൻ്റെ പദ്ധതികളിൽ മൗനമായിരിക്കുവാൻ ശീലിച്ചു.
താഴ്മയോടെ ഇരിക്കുവാൻ പഠിച്ചു, കഷ്ടത അനുഭവിക്കുവാൻ പഠിച്ചു, നിന്ദകൾ സഹിക്കുവാനായി പഠിച്ചു. തക്ക സമയത്ത് ദൈവം അവനെ തിരഞ്ഞെടുത്ത് നേതൃത്വം കൊടുത്തതായ സമയത്തും നേതാവായി നിൽക്കുവാൻ ഒരുപാട് പേർക്കുള്ളതായ ആഗ്രഹമാണ്. ബോസാകാൻ ആഗ്രഹമുണ്ട്. ബോസ് വേറെയാണ്, ലീഡർ വേറെയാണ്. നിങ്ങൾക്കത് അറിയില്ല. ബോസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് യു ഡു ദാറ്റ്, യു ഡു ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഭരിച്ച് തൻ്റെ അധികാരം കാണിക്കുന്നതായ വ്യക്തിയാണ് ബോസ്. എന്നാൽ നേതാവെന്ന് പറഞ്ഞാൽ താൻ ചെയ്തു കാണിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറയുകയും നടന്ന് കാണിച്ചു കൊടുത്ത് നടക്കാൻ പറയുകയും ചെയ്യുന്നവനാണ്. താൻ മുൻപിൽ നടന്ന് മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് നേതാവ്. ദൈവം തൻ്റെ ദാസന്മാരോട് ഒരിക്കലും ബോസായിരിക്കുവാൻ വേണ്ടി പറയുന്നില്ല, അധികാരിയായിരിക്കുവാൻ പറയുന്നില്ല. ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ഒരു നേതാവായിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും നേതാക്കന്മാരായാൽ പിന്നെ ആരെയാണ് വഴി നടത്തേണ്ടത്? എല്ലാവരും നേതാക്കന്മാരായാൽ പിന്നെ ആരോടാണ് പറയേണ്ടത്? നടത്തേണ്ടത് ആരെയാണ്? അതുകൊണ്ട് ചിലരെ ദൈവം നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തു, മറ്റു ചിലരെ ദൈവം സഹായികളായിട്ട് തിരഞ്ഞെടുത്തു. എന്നാൽ നമ്മുടെ മനസ്സിലെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ, നായകന്മാരെന്ന് പറയുമ്പോൾ, നേതാക്കന്മാരെന്ന് പറയുമ്പോൾ വലിയ സ്ഥാനത്തിരിക്കുന്നു, സഹായികളെല്ലാം താഴ്ന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ നോക്കുക, നേതാക്കന്മാർക്ക് ദൈവം എത്ര പ്രതിഫലം കൊടുക്കുന്നുവോ അത്രയും തന്നെ സഹായികൾക്കും ദൈവം പ്രതിഫലം കൊടുക്കും. നേതാക്കന്മാർക്ക് സഹായികളെ ആവശ്യമുണ്ട്, സഹായികൾക്ക് നേതാക്കന്മാരെയും ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ കാര്യങ്ങളെ ചെയ്യുന്നതിന് വേണ്ടി, അവൻ്റെ പ്രവൃത്തികളെ, അവൻ്റെ പദ്ധതികളെ അറിയിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ഈ കാലത്ത് ദൈവപുരുഷന്മാരെ വേണം. എന്നാൽ ഈ കാലത്ത് എല്ലാവരും സെൽഫ് അപ്പോയിന്റഡ്, അവർ തന്നെയാണ് അവരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് അവർ തന്നെ ചൂസ് ചെയ്യുകയാണ്. ഒരു നേതാവിനെ ഒരുക്കിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു നേതാവായി തീരണമെങ്കിൽ ആദ്യം അവനൊരു ദാസനായി മാറണം. നിങ്ങളിൽ ആരെങ്കിലും ഒരു നേതാവായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആസ് എ സെർവൻ്റ് ആകണം. ഒരു ദാസനായിട്ടിരിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് നേതാവായിരിക്കാൻ കഴിയൂ. ദൈവവേല ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിക്ക്, ശുശ്രൂഷ ചെയ്യുവാൻ, സേവ ചെയ്യുവാൻ ഇഷ്ടമില്ലാത്തതായ ഒരു വ്യക്തിക്ക്, മൗനമായിരിക്കുവാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കരത്തിൽ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരുന്ന നേതാവായി തീരാൻ കഴിയില്ല. മോശ 40 സംവത്സരം ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ച് ഒരുക്കപ്പെടാനിടയായി. മോശയെ ഒരു നേതാവാക്കി മാറ്റിയെടുക്കണം. നേതാവിന് സൗമ്യതയുണ്ടായിരിക്കണം, നേതാവിന് താഴ്മയുണ്ടായിരിക്കണം, നേതാവിന് കരുണയുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, നേതാവിന് കഷ്ടപ്പെടുന്ന ഒരു മനസ്സുണ്ടാകണം. നേതാവ് കഷ്ടത സഹിക്കുന്ന വ്യക്തിയായിരിക്കണം, നിന്ദകൾ സഹിക്കുന്ന വ്യക്തിയായിരിക്കണം. ഒരു നേതാവ് മറ്റനേകം ആളുകളുടെ ഭാരങ്ങൾ ചുമക്കുന്നവനായിരിക്കണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. മോശെ അതുകൊണ്ടാണ് ദൈവപുരുഷനായത്. മോശ ദൈവത്തിനു വേണ്ടി സകലതും ഉപേക്ഷിച്ചു. തൻ്റെ ധനമുപേക്ഷിച്ചു, തൻ്റെ സ്ഥാനമുപേക്ഷിച്ചു, തൻ്റെ രാജകീയ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉപേക്ഷിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ കയ്യിൽ ഉടയപ്പെട്ട് പണിയപ്പെട്ട് അവന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത്രമായിട്ട് ഒരുക്കപ്പെട്ടു. ഒരു ദൈവപുരുഷൻ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടവനായിരിക്കും. ദൈവപുരുഷൻ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടവനായിരിക്കും. ദൈവപുരുഷൻ ദൈവത്തിൻ്റെ അധികാരത്താൽ നിറയപ്പെട്ടവനായിരിക്കും. ദൈവം ഒരു ദൈവപുരുഷനെ തൻ്റെ പ്രതിനിധിയായിട്ട്, തൻ്റെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനാണ് നിർത്തുന്നത്. മോശെ, ഞാൻ നിന്നെ അടക്കുവാനിടയാകും. നീ എൻ്റെ ഒരു വാക്കിനെ മറുതലിച്ചു. നീ ഞാൻ പറഞ്ഞത് അതുപോലെ കേട്ടില്ല. നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മോശേ, നീ ലോകത്തിലുള്ളതായ എല്ലാ വ്യക്തികളിലും വെച്ച് ഏറ്റവും സൗമ്യനാണെന്ന്. അത് വലിയൊരു ഡിഗ്രിയാണ്. മോശ എൻ്റെ ഭവനത്തിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനാണ്. അതാണ് വേണ്ടത്. വാഗ്ദാനം കിട്ടിയാൽ കിട്ടി, ഇല്ല എങ്കിലില്ല. ഈ ലോകത്തിലെ വാഗ്ദത്തമാണത്. നീ സ്വർഗത്തിൽ വരില്ലെന്ന് ദൈവം പറഞ്ഞില്ല. ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ ലോകത്തിൽ ഒരു പക്ഷേ നിനക്ക് വീട് കാണില്ലായിരിക്കാം. ഇത്രയും വർഷമായിട്ട് സേവ ചെയ്തിട്ട് എനിക്ക് വീട് തരില്ലേ? നിനക്ക് വീട് ഇവിടെ ഇല്ല.
ഇത്രയും വർഷമായിട്ട് സേവ ചെയ്തിട്ട് എനിക്ക് റെസ്റ്റ് ഇല്ലേ? റെസ്റ്റ് നീ എൻ്റെ അടുക്കൽ വന്നിട്ടേ ഉള്ളൂ. ഈ ലോകത്തിലല്ല നിനക്ക് റെസ്റ്റ് കിട്ടുന്നത്. അതാണ് ദൈവപുരുഷന്റെ ലക്ഷ്യം. ആ സിംഹാസനത്തിരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് സ്വർണ്ണത്തെരു വീതികളിൽ നടക്കണമെന്ന്, അവൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ മാറിൽ ചാരണമെന്ന്, ആ കർത്താവിൽ സന്തോഷിക്കണമെന്നുള്ളതായ, അവനപ്പോൾ തൻ്റെ തോള് തട്ടിയിട്ട് വിശ്വസ്തനായ നല്ല ദാസനെ എന്ന് വിളിക്കുമ്പോൾ കണ്ണു നിറയെ അവനെ കാണുവാൻ, അവനിൽ സന്തോഷിക്കാനാണ് ആഗ്രഹം. ഒരു ദൈവദാസന്റെ ആഗ്രഹം. ഒരിക്കലും ഒരു ദൈവദാസൻ ലോകത്തിൽ സെറ്റിലാവില്ല. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഈ ലോകത്തിൽ എന്താണ് നേടിയെടുത്തതെന്ന്. ദൈവവേല ചെയ്തിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തു സമ്പാദിച്ചുവെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പുകഴ്ത്തലാണ് വലുത്. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ അപ്പാ. ഈ ആലയത്തിൽ കൂടിയുന്ന നിന്റെ മക്കളെ നീ നോക്കണമേ. നീ വിളിച്ച് വേർതിരിച്ചതായ നിന്റെ മക്കളെ നീ നോക്കണമേ. ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ മറ്റെവിടെയോ ആയിരിക്കേണ്ടവരായിരുന്നു, എന്നാൽ ഇന്ന് നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരായിത്തീരുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നന്മകളെ നൽകണമേ. നിന്റെ പദ്ധതികൾ ഞങ്ങളെ അപ്പോൾ അറിയിക്കണമേ. ഇതാ ഞങ്ങളുടെ ജീവിതങ്ങളെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കണം. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളെ ദൈവത്തിൻ്റെ ജനമാക്കി നീ മാറ്റണമേ. ലോകത്തിലായിരിക്കുന്ന ആളുകളെ പോലെ ഞങ്ങളായിരിക്കാതെ, ലോകപ്രകാരമുള്ളതായ മനുഷ്യരെ പോലെ ഞങ്ങളും ജീവിക്കാതെ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, ഈ ലോകത്തിൽ ഞങ്ങൾ യാത്രക്കാരാകുന്നു എന്ന് മനസ്സിലാക്കി ഉയരത്തിലുള്ളവയിൽ ഞങ്ങളുടെ മനസ്സ് വയ്ക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശ് ചുമക്കാനുള്ളതായ ഭാഗ്യം നൽകണമേ. ജീവിതത്തിലെ കഷ്ടതകളെ സഹിക്കാനുള്ള കൃപ നൽകണമേ. കഷ്ടത അനുഭവിക്കാനുള്ള മനസ്സ് നൽകുമാറാകണമേ. ക്രൂശില്ലാതെ സിംഹാസനമില്ലല്ലോ, മുൾക്കിരീടമില്ലാതെ സ്വർണ്ണക്കിരീടം ലഭിക്കുകയില്ലല്ലോ. ഈ ലോകത്തിൽ നിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് നിന്നെയും അപമാനവും ഭാഗ്യമാണെന്ന് എണ്ണിക്കൊണ്ട് നിന്റെ കൃപയിൽ നിന്റെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളിൽ മറ്റുള്ളവർ നിന്നെ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ വിമോചിക്കപ്പെട്ട ജനമായിരിക്കുന്നുവെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരിക്കുന്നുവെന്നും ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്നുവെന്നും ഞങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുവാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ